Hello Examiner family. So in the Maklalavum Onam exam preparation like the timetable of the Gari Maklavu Arnit Darikum, number channel timetable videos and Garing on the Tendarno. Padaka Nokia Sameta Namka Dinda or a steady leave Bolula. Pashadin the solution of Makalalarkan Kitty and Darikum. Engeniana Namka, you're a steady leave your August Masatil Namka Indaki Idicum in the Lagarium related videos of the channel on the Tendarno. Upon the Laver and Alavu Kadit and Darikum in the Miss Expectiana. So, miss this video, we have a steady gap in the full stress. The timetable is we 3 chapters. These chapters are exam full complete subject tension. So, we August we expect leave So, leave, you can utilize it. You can mark score. Now, how do you utilize it? This Onam exam, we have timetable you can mark score. So, this is the video. Now, Onam exam timetable just effective So, we Onam exam class 3 timetable just revise September 6 start September 12 exam day start day end exam September 6 English exam September 9 EVS September 10 language subject 11 maths 12 Malayalam. ഇങ്ങനെയാണ് നമ്മുടെ ഓണം എക്സാമിന്റെ ടൈം ടേബിൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഇടയിൽ നമുക്ക് ഒരു സ്റ്റഡി ലീവും കാര്യങ്ങളും ഒന്നുമില്ല. ഓക്കേ? അപ്പോൾ എങ്ങനെ പഠിക്കണം? നിങ്ങൾക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പഠിച്ച് ഈ പറയുന്ന നമ്മൾ ഓഗസ്റ്റിൽ വെയിറ്റ് ചെയ്യുന്ന കുറേ ലീവും കാര്യങ്ങളിലും നിങ്ങൾ നല്ലപോലെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലീവിനൊക്കെ എന്താക്കി മാറ്റാം? നമ്മുടെ ഓണം എക്സാം സ്റ്റഡി ലീവ് ആക്കി മാറ്റാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പെക്റ്റ് ചെയ്തതിൽ കൂടുതൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലീവ് ഉള്ള സമയങ്ങളിൽ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് പഠിക്കേണ്ടത്? ആ ഒരു ടൈം ടേബിൾ ആണ് മിസ് ഈ ഒരു വീഡിയോയിൽ മക്കൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. So, ini valare കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സോ ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ചു തുടങ്ങണം? ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ കുറച്ച് ലീവും കാര്യങ്ങളും വരുന്നുണ്ടെന്ന് ഓൾറെഡി മിസ് പറഞ്ഞു. അല്ലേ, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ വരുന്നുണ്ട്, ശ്രീകൃഷ്ണ ജയന്തി വരുന്നുണ്ട്, അങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് ലീവുകളും ദെൻ സാറ്റർഡേ സൺഡേയും വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു 7ൽ കൂടുതൽ ലീവ് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. സോ ആ ലീവുള്ള ദിവസങ്ങൾ എങ്ങനെ നമുക്ക് പഠിക്കാം? ഇനി സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ അത് ഡിപ്പെൻഡ് ആണ് അല്ലേ. അതായത് ചിലപ്പോൾ ചില മക്കൾക്ക് നേരത്തെ ക്ലാസ് തുടങ്ങുന്നുണ്ടായിരിക്കും, ചില ആൾക്കാർക്ക് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും തുടങ്ങുന്നത്, ചിലപ്പോൾ ഈവനിങ് നേരത്തെ എത്തുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ടൈം ടേബിൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്ത് പഠിക്കുക. അന്ന് വെറുതെ ഉഴപ്പരുത്, അന്നും നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ പഠിക്കണം. ഇനി ലീവുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും നോക്കിക്കഴിഞ്ഞാൽ, ലീവുള്ള ദിവസമാണ് അപ്പോൾ നമുക്ക് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, 6 മണിക്ക് എഴുന്നേൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ മടിയൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ മടിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ഒരു 7 മണിയാകുമ്പോഴെങ്കിലും എണീക്കണം. ഓക്കെ, ഒരു 7 മണിയാകുമ്പോഴത്തേക്കും നല്ല എഴുന്നേറ്റ് 7 to 7:40 ഒന്ന് ഫ്രഷ് അപ്പ് ആവുക. അതായത് പല്ലൊക്കെ തേക്കാം, ഇനി കുളിക്കുന്നവരുണ്ടെങ്കിൽ കുളിക്കാം. അതുകൂടാതെ തന്നെ കുറച്ച് കട്ടൻ ചായയോ അല്ലെങ്കിൽ രാവിലെ എന്താണ് നിങ്ങൾ ഫസ്റ്റ് കഴിക്കുന്നത് ആ സാധനമൊക്കെ ഒന്ന് കഴിച്ച് ഫുൾ സെറ്റ് ആവുക. അതാണ് ഫ്രഷ് അപ്പ്. അത് കഴിഞ്ഞ് 8 മണി മുതൽ 9:30 വരെ സ്റ്റഡി ടൈമാണ്. ആ സമയം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. 8 മണി മുതൽ 9:30, അതായത് ഒരു 1.5 മണിക്കൂർ. അപ്പോൾ ഈ ഒരു 1.5 മണിക്കൂർ നിങ്ങൾ ഒറ്റയടിക്ക് പഠിക്കണം എന്നല്ല മിസ് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് ബ്രേക്കൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കാം. പക്ഷെ ഓൺലി 5 minutes. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് തന്നെ വന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ പോവും. ഓക്കെ, അപ്പോൾ 8 to 9:30 വരെ സ്റ്റഡി ടൈം. അത് കഴിഞ്ഞ് 9:30 to 10 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഫുൾ സെറ്റ് ആയിട്ടുണ്ടായിരിക്കും. ലീവൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ഒക്കെ ആയിട്ടായിരിക്കും മക്കളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക. അപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കണം. ഓക്കെ, അതിനൊരു കോംപ്രമൈസും വേണ്ട. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയമാണ്, നിങ്ങൾ വളരുന്ന സമയം
സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് നല്ല കുട്ടപ്പന്മാരും കുട്ടപ്പിമാരും ഒക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കണം. ഫുള്ളിരുന്ന് പഠിക്കുക, ഫുള്ളിരുന്ന് നമ്മൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെയല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, കളിക്കേണ്ട സമയത്ത് കളിക്കണം, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഇവിടെ മിസ് പറയാൻ വിട്ടത് 8 to 9:30 വരെ സ്റ്റഡി ടൈം ആവുന്ന സമയത്ത് നിങ്ങൾ ഇടയ്ക്ക് എന്ത് ചെയ്യണം? ഇതേപോലെ ഒരു ബോട്ടിൽ, ഇതേപോലത്തെ ബോട്ടിൽ വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ഒരു ബോട്ടിലിൽ കുറച്ച് വെള്ളമൊക്കെ സെറ്റ് ആക്കിയിട്ട് നിങ്ങളുടെ ടേബിളിൽ കൊണ്ടുപോയി വെക്കുക. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ കുടിക്കുക. വെള്ളം കുടിച്ച് ഫുൾ ടൈം വെള്ളം കുടിക്കണം എന്നല്ല, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെള്ളം കുടിക്കണം. കാരണം വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് 10:15 to 12 മണി വരെ സ്റ്റഡി ടൈമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു 15 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ട്. കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്ന പാട് പഠിക്കാനിരിക്കുമ്പോൾ നമുക്കൊരു ഉഷാറൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നടക്കുകയെ, കുറച്ച് പാട്ടൊക്കെ കേൾക്കുക, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, പിന്നെ 10:15 മുതൽ 12 മണി വരെ ഒരു കോംപ്രമൈസും ഇല്ല. അത് സ്റ്റഡി ടൈമാണ്. അത്രയും നേരം നല്ല പോലെ ഇരുന്ന് പഠിക്കാം. അത് കഴിഞ്ഞ് 12 മണി മുതൽ 12:30 വരെ റിവിഷൻ ടൈമാണ്. അപ്പോൾ നമ്മൾ എത്രയേറെ പഠിച്ചു എന്നതിലല്ല, നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കാം. വെറുതെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ, നോട്ട് ബുക്കിലുള്ള കാര്യങ്ങൾ വെറുതെ ബ്ല ബ്ല ബ്ലാ എന്ന് പറഞ്ഞ് പഠിച്ചു പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ബ്രെയിനിൽ സ്റ്റോർ ആവുന്നുണ്ടോ, ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ടോ, ഈ കാര്യം കൂടി മക്കളെല്ലാവരും ആലോചിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം മക്കളെല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും സമയം ഞാൻ പഠിച്ചു, ഇത്രയും പഠിച്ച കാര്യങ്ങൾ എൻ്റെ ബ്രെയിനിൽ സ്റ്റോർ ആയിട്ടുണ്ടോ, അതോ എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. പഠിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം റീക്യാപ്പ് ചെയ്യുക, അതൊക്കെ റിവൈസ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് 1 മണി മുതൽ 2 മണി വരെ 1 മണിക്കൂർ ലഞ്ച് ബ്രേക്കാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ 1 മണിക്കൂറൊന്നും എടുക്കണ്ട, ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ്സിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് നേരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക, നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക, പാരൻസിനോട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് റിലാക്സിങ് ടൈമാണ്. അത് കഴിഞ്ഞ് 2 മണി മുതൽ 3 മണി വരെ പവർ നാപ്പാണ്. അപ്പോഴൊന്നും പോയിരുന്ന് പഠിക്കണ്ട. ഓക്കെ, നിങ്ങൾ വളരെ കുറച്ച് സമയം പഠിക്കുന്നുള്ളൂ. ഒരു പഠനം എന്ത് ചെയ്യണം? നല്ല എഫക്റ്റീവായിട്ട് അടിപൊളിയായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, പവർ നാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ചില സമയത്ത് ചില മക്കൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ച മയക്കമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരു കുഞ്ഞു മയക്കമാണ്, വലിയ മയക്കമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ താല്പര്യമുള്ളവർ ഉറങ്ങുക. ഇനി വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയോ, ചില മക്കൾ വേറെ എന്തെങ്കിലും സ്റ്റോറി റീഡിംഗ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഡ്രോയിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ പോകുന്ന സമയമാവാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഉറങ്ങുന്നവർക്ക് എന്ത് ചെയ്യാം? ഉറങ്ങാം. ഇനി അത് കഴിഞ്ഞ് 3 to 4 മണി വരെ സ്റ്റഡി ടൈം. 3 മണിക്ക് എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. അത് കഴിഞ്ഞ് 4 മണി വരെ 1 മണിക്കൂർ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് 4 to 4:30 എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്താ വരുന്നത്? ചായ കുടിക്കണം അല്ലേ. സന്ധ്യ ആയി കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കണം. അപ്പോൾ ഈവനിങ് ടീ നമ്മൾ എന്ത് ചെയ്യുക? ചായയൊക്കെ കുടിച്ച് ഒന്നും കൂടി ഒന്ന് ഉഷാറാവാം. ചായ കുടിക്കാത്തവർ നിങ്ങൾ എന്താണോ കഴിക്കുന്നത്, ഈവനിങ് സ്നാക്സും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ച് ഒന്നും കൂടി ഒന്ന് ഹെൽത്തി ആവാം. അതിനുശേഷം 4:45 മുതൽ 5:45 വരെ റിലാക്സിങ് ടൈമാണ്. ആ സമയത്തായിരിക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിലോട്ട് വരിക, നമുക്ക് കളിക്കാനുള്ള സമയമാണ്. പാരൻസ് എല്ലാവരും ഉണ്ടെങ്കിൽ, വർക്കിന് പോയിട്ടുള്ള പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഏകദേശം സമയമാകുമ്പോൾ വീട്ടിലെത്തും. അവരുടെ കൂടെ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് 6 to 7 മണി വരെ നമ്മുടെ പ്രെയർ ബ്രേക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രാർത്ഥനാ കാര്യങ്ങളുടെ ടൈമാണ്. ആ സമയത്ത് നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം 7 മണി മുതൽ 9 മണി വരെ, 7 കഴിഞ്ഞ് 8, 9, 2 മണിക്കൂർ. ആ സമയം നിങ്ങൾ പഠിക്കും വേണം, റിവൈസും ചെയ്യണം. പഠിക്കുന്ന കാര്യങ്ങൾ അവസാനം ഒരു 30 മിനിറ്റ്സിനുള്ളിൽ പഠിച്ചത് എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് റിവൈസ് എഴുതിയെടുക്കുക. അതിനുശേഷം 9 to 9:30 വരെ ഡിന്നർ ടൈമാണ്. നിങ്ങൾക്ക് രാത്രിയുള്ള ഫുഡൊക്കെ കഴിച്ച് ഒരു 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങി രാവിലെ വീണ്ടും 7 മണിക്ക് കേട്ടോ, 7 AM ആണ്, PM അല്ല, 7 മണിക്ക് എന്ത് ചെയ്യണം? എഴുന്നേൽക്കുക. അപ്പോൾ 7 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 9 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് 9 മണിക്കൂർ വേണ്ട, സാധാരണ ഒരു ഹെൽത്തി പേഴ്സൺ ഒരു 8 മണിക്കൂർ ഉറങ്ങിയാൽ മതി. അപ്പോൾ 9 മണിക്കൂറാണ് എൻ്റെ മക്കൾക്ക് ഉറങ്ങാൻ കിട്ടിയിട്ടുള്ളത്. സോ ഇത് കഴിഞ്ഞ് വീണ്ടും ആ ലീവുള്ള സമയം ഇതേപോലെ ടൈം ടേബിൾ ഫോളോ ചെയ്യാം. ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ടിലോട്ട് എത്താൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് പ്ലാൻ ചെയ്ത് പഠിക്കുന്ന കാര്യത്തിൻ്റെ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കറക്റ്റ് റൂട്ടീൻ ഉണ്ടായിരിക്കും. ഇന്ന സമയത്ത് എഴുന്നേൽക്കുന്നു, ഇന്ന സമയത്ത് പഠിക്കുന്നു, ഇന്ന സമയത്ത് ഫുഡ് കഴിക്കുന്നു. അപ്പോൾ എല്ലാം ഒരു കറക്റ്റ് ഓർഡറിലായിരിക്കും. എല്ലാ കാര്യങ്ങളും ഒരു ഓർഡറായിട്ട് ചെയ്യുമ്പോൾ നല്ല രസമല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ലീവുള്ള സമയം എന്ത് ചെയ്യണം? ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് പിറ്റേ ദിവസം അതെന്നെ
തന്നെ ട്രൈ ചെയ്യുക. ഇതൊരു ഹോബിയാക്കി മാറ്റുക. ഹോബിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി പറ്റും. സോ ഓണം എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വലിയൊരു അംബീഷനാണ്. കാരണം നിങ്ങളുടെ ഫസ്റ്റ് എക്സാം ആണ്, നിങ്ങൾക്ക് ക്ലാസ്സിൽ മെയിൻ ആവാനുള്ള ഒരു എക്സാമും കൂടിയാണ്. ഈ ഒരു എക്സാം കഴിഞ്ഞ് നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ടീച്ചേഴ്സിനൊക്കെ ഒരു ധാരണ ഉണ്ടാവും, ഈ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, നല്ല മാർക്കുള്ള കുട്ടിയാണ്. അതുപോലെ തന്നെ പാരൻസിന് നല്ല പ്രൗഡായിരിക്കും നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത്. അപ്പോൾ ഫുൾ മാർക്ക് എല്ലാവർക്കും ഫുൾ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാം വിന്നർ നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. സോ നമ്മൾ നമ്മുടെ യുദ്ധക്കളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഓണം എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള മാരത്തോൺ ലൈവ് ക്ലാസ്സസ്, അതുകൂടാതെ തന്നെ നിങ്ങൾക്കുള്ള റിവിഷൻ സീരീസ്, ഇതെല്ലാം നമ്മുടെ ചാനലിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. ദെൻ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ബാറ്റിൽ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു യുദ്ധം, ഓണം എക്സാം എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ എക്സാമിനെ നമുക്ക് വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് തന്നെ നേരിടാം. നിങ്ങളെല്ലാവരും ഈ ഒരു ഓണം എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഫുൾ മാർക്ക് മേടിക്കും എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. യെസ് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിയിക്കുക, മാക്സിമം ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക.